ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടീൽസ് ബൈ യനു. അപ്പോൾ ഞാനിത് ഡീനോയ്സ് ചെയ്ത് വോയിസ് ഓവർ ചെയ്ത വീഡിയോ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റില്ല, കാരണം അത്ര മഴയായിരുന്നു അവിടെ. അപ്പോൾ ഞാനൊരു 2 ദിവസത്തെ ലീവിന് സാറ്റർഡേ മോർണിംഗ് എത്തി സൺഡേ ഈവനിങ് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊന്ന് പോയതാണ്. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തത്, കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ കാണിച്ചു തരാം. കുറേ കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നു പോയിരുന്നു ഗൈസ്. ഞാൻ എടുക്കാൻ മറന്നു പോകും, ഞാൻ വീഡിയോ എടുക്കണമെന്നു എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കർക്കിടക മാസമാണ്. അപ്പോൾ കർക്കിടക മാസത്തിൽ ശിബൂതിക്ക് വെക്കുന്ന എന്തോ സംഭവമാണ്. അപ്പോൾ ഞാനിത് ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതെന്തോ ദശപുഷ്പങ്ങളൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിന്, പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ അത് വെക്കുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് ഞാൻ എണീറ്റത്. അതാണ് കേട്ടോ വെക്കുന്ന വീഡിയോ ഇല്ലാത്തത്. പിന്നെ ആക്ച്വലി എനിക്ക് ചിറാപ്പുഞ്ചി പോയൊരു ഫീലായിരുന്നു. ഫുൾ ടൈം മഴയായിരുന്നു. സത്യം പറഞ്ഞാൽ ആ പാട്ടും കേട്ട് ഇങ്ങനെ മഴയും കണ്ടിരിക്കാൻ കറക്റ്റ് ടൈമായിരുന്നത്. പിന്നെ വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കും, ഇങ്ങനെ നടക്കും, അതായിരുന്നു എൻ്റെ പണി. അപ്പോൾ ഈ വീഡിയോയിൽ ആക്ച്വലി എൻ്റെ 2 ദിവസമാണ് കാണാൻ പറ്റുക. പിന്നെ ഒരു ഫ്രണ്ട് പോകുന്നുണ്ടായിരുന്നു അബുദാബിയിൽ. അപ്പോൾ എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ചമ്മന്തിപ്പൊടി 2 ആൾക്കും കൊടുത്താക്കാമെന്നൊക്കെ വിചാരിച്ച് അതുണ്ടാക്കിയായിരുന്നു. ഞാനല്ല ഉണ്ടാക്കിയത്. പിന്നെ ഇതിൻ്റെ നടുക്കുള്ള കുറേ വീഡിയോസ്, കുറേ കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. രാത്രി ആകുമ്പോൾ പുളിയിഞ്ചി ഉണ്ടാക്കി. പുളിയിഞ്ചി മെയിനായിട്ട് എനിക്ക് ഉണ്ടാക്കുന്നതാണ്. എനിക്കത് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോയാലും എനിക്ക് ഉണ്ടാക്കി തരും. പിന്നെ ഞാൻ ഈ ചമ്മന്തിപ്പൊടിയൊക്കെ ഓരോരോ ബാഗിലൊക്കെ ആക്കി കൊണ്ടുപോകാനൊക്കെ അവർക്ക് എളുപ്പം കവറിലാക്കുമ്പോഴാണല്ലോ. പിന്നെ എനിക്കും കുറച്ചെടുത്തു. പിന്നെ പുളിയിഞ്ചി എനിക്ക് കുപ്പിയിലാക്കി. അങ്ങനെ പാക്കിംഗ് പരിപാടിയായിരുന്നു കുറച്ച് സമയം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ഇതാണ് കുടംപുളി. അപ്പം ഞാൻ ഇതുവരെ ഇത് നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. അപ്പം എന്നെപ്പോലെ ഇത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോ. ഇതാണ് കുടംപുളി. പിന്നെ ഇത് ഉണക്കിയിട്ടാണ് മറ്റേ നമ്മൾ കാണുമ്പോൾ വാങ്ങുന്ന പുളി പോലെ ആവുക. അപ്പം എന്നെക്കൊണ്ട് നിങ്ങൾക്കും ഈ സാധനം കാണാൻ പറ്റിയില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ കാണിച്ചു തരാം. ചട്ടിപ്പത്തിരിയല്ലേ ഇത്? ചട്ടിപ്പത്തിരിയും തേങ്ങാപ്പാലും. പിന്നെ ഇവള് വന്ന കാരണം ഇവൾക്ക് ഇഷ്ടമാണ് കാരണം ഞാൻ പത്തിരി ഉണ്ടാക്കിയത്. സാധാരണ മരുമക്കൾ വന്നാലാണ് അമ്മായിയമ്മക്ക് റെസ്റ്റ് ഉണ്ടാവുക. പക്ഷെ എൻ്റെ അമ്മായിയമ്മക്ക് ദൈവം നേരെ തിരിച്ചു കൊടുത്ത് ഞാൻ വന്നാലേ ഇരട്ടിപ്പണി. ഇന്നലെ ഉള്ളിവട ഉണ്ടാക്കി. ഇപ്പോൾ ഞാൻ വന്നാലാണ് ഇവിടെ പണി കൂടുക. ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ ഈ യൂട്യൂബ് സൈക്കോ തരത്തിനൊന്നും ആരും കൂട്ട് നിൽക്കില്ല എന്നാ. ബട്ട് കണ്ടില്ലേ, എൻ്റെ മദറിൻലോ വരെ ചില്ലാണ് ഗൈസ്. പിന്നെന്താ നമുക്ക് വേണ്ടത്? പോവാ നമുക്ക് അമ്പലത്തിൽ. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയതൊരു ദേവീക്ഷേത്രത്തിലായിരുന്നു. പിന്നെ അമ്പലത്തിൽ നിന്ന് അധികം വീഡിയോ ഒന്നും എടുത്തില്ല. രണ്ടാമത് പോയതാണ് ഈ അമ്പലം. ഈ പാലം കണ്ടാൽ എനിക്ക് തോന്നുന്നു അറിയുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇത് ഏതാ പാലം. അപ്പോൾ ഇതാണ് ചമ്രോട്ടം പാലം. ലോങ്ങസ്റ്റ് റോഡ് വരുന്ന ഒരു പാലമാണത് കേരളത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലാണോന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് പിന്നെ പോയത്. അവിടെ ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇത് ചുറ്റാൻ ലൈക്ക് അടിപൊളി വൈബായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുകയെന്ന് വെച്ചാൽ ഈ കുത്തി ഒലിച്ച് ഒഴുകി പോകുന്ന പുഴയാണ്. അപ്പോൾ ആ ഒരു സൗണ്ടൊക്കെ ആകുമ്പം നല്ലൊരു വൈബായിരുന്നു അത്. അതേപോലെ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വേറെ റൂട്ടുണ്ട്, ഒരു പാടത്തിൻ്റെ നടുക്കൂടെ വരേണ്ടത്. അതൊക്കെ അടിപൊളി വ്യൂ ആണ്. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള അത്ര ടൈമും ഉണ്ടായില്ല, അത്ര ബോധം ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ ഇത്തവണ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മളിന്ന് നമ്മളെ സെക്കൻഡ് അമ്പലത്തിൽ വന്നല്ലേ. ഇത് അമ്പലം, ഇത് ചമ്രോട്ട അയ്യപ്പൻ്റെ അമ്പലം. അപ്പോൾ അയ്യപ്പനെ തൊഴുതിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എടപ്പാട് പോവുകയാണെങ്കിൽ അയ്യപ്പനെ നന്നായി പ്രാർത്ഥിച്ച് എല്ലാവർക്കും സുഖം തരാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർക്കിടക സ്പെഷ്യൽ. അതെ, ഓക്കെ. അപ്പം ഞങ്ങൾ എടപ്പാൾ വന്നത് വേറെ എവിടെയല്ല, ചേച്ചിയുടെ വീട്ടിലേക്കായിരുന്നു. കാരണം എനിക്ക് ബസ് വൈകുന്നേരം എടപ്പാളിൽ നിന്നാണ്. അപ്പം പിന്നെ ഇവിടെ നിന്ന് പോകുന്നതാണല്ലോ എളുപ്പം. അപ്പോൾ എവിടെയും കഥ പറഞ്ഞിരുന്നിട്ട് കാര്യമായിട്ടുള്ള വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ ഞാൻ ഈ വീടിൻ്റെ ഹൗസ് വാമിങ് ഹൈലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോരാതെ ഇനി എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾ കാണണം. അതെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് പോകാൻ സമയമായിട്ടാ. അപ്പം നമ്മൾ പോവുകയാണ്. ഇനി എപ്പോഴാണ്